മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിൽ ഒരു കുടുംബത്തിന് ഒരു കിറ്റ് പദ്ധതി ആരംഭിച്ചു. ബാങ്കിലെ മുഴുവൻ സഹകാരി കുടുംബങ്ങളിലേക്കും 4 നിത്യോപയോഗ സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന കിറ്റ് ബാങ്കിൽ നിന്നും വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് VM ശശി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG വേണുഗോപാൽ അധ്യക്ഷനായി. ഡയറക്ടർ PA ശിവശങ്കരൻ സ്വാഗതം ആശംസിച്ചു. KJ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. പൊതു നന്മ ഫണ്ടുമായി ബന്ധപ്പെടുത്തി സഹകാരി കുടുംബങ്ങളിലേക്ക് ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന സ്നേഹസമ്മാന വിതരണ ചടങ്ങ്, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ലളിതമായ ജനകീയ ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബാങ്കിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് CG വേണുഗോപാലിനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ PA ശിവശങ്കരൻ. പ്രിയമുള്ള സഹകാരികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് സഹകാരി കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന രീതിയിൽ 4 ഇനം സാധനങ്ങൾ ഇന്നു മുതൽ ഇവിടെ വിതരണം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബാങ്ക് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മന്ദിരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന സജ്ജമായ ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ബാങ്കിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ബാങ്കിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മുൻകാല പ്രവർത്തകരെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ്, ജീവനക്കാർ, മുൻ പ്രസിഡന്റുമാർ, ഇവരെല്ലാം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഗുണഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ലളിതമായ ചടങ്ങിലെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബാങ്കിൻ്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാലാണ്. ശ്രീ CG വേണുഗോപാലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി അവരുകളാണ്. ശ്രീ VM ശശി ബാങ്ക് പ്രസിഡന്റിനെ വളരെ വിനയത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ശ്രീ KJ സെബാസ്റ്റ്യൻ, ശ്രീമതി രാജലക്ഷ്മി, ശ്രീ KN രജീഷ്, ശ്രീ ഇബ്രാഹിം തുടങ്ങിയ എല്ലാ ബോർഡ് മെമ്പർമാരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ PH സാബു നമ്മുടെ ബാങ്ക് എടുക്കുന്ന തീരുമാനങ്ങൾ, ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നന്നായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിലെത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ സാബുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവനക്കാർ
നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഈ ബാങ്കിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ജീവനക്കാർ ഒരു വ്യവസായത്തിലായാലും പണിയെടുത്ത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന താല്പര്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബാങ്കിലെ ജീവനക്കാർ അവർ സമയകൃത്യത പോലും നോക്കാതെ ബാങ്ക് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ബാങ്കിലെ ജീവനക്കാരെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സഹകാരികൾ, നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും ഈ ബാങ്കിലെ അംഗങ്ങളായ സഹകാരികൾ വളരെ സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ബാങ്ക് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സഹകാരികളുടെ നിർലോഭമായ പിന്തുണ നമുക്ക് ലഭിക്കുന്നു. അത് വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. അവരെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനും ബാങ്കിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ BM ശശി, ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശ്രീ KJ സെബാസ്റ്റ്യൻ, ഇബ്രാഹിം, KN രജീഷ്, ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും അടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി R രാജലക്ഷ്മി, ബാങ്കിൻ്റെ സ്വാഗതം ആശംസിച്ച ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ PA ശിവശങ്കരൻ, മാന്യ സഹകാരികളെ, സുഹൃത്തുക്കളെ, ജീവനക്കാരെ, മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സഹകരണ പ്രസ്ഥാനം വളരെയേറെ പ്രതിസന്ധികളെ തരണം ചെയ്തു നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ മഹനീയമായ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ കോർപ്പറേറ്റ് ബാങ്കുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ധനകാര്യ തറവാടായ ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള തരത്തിലേക്ക് നീങ്ങുന്ന നിയമങ്ങൾ, അത്തരം നിയമങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും നമ്മുടെ മുപ്പത്തളം സഹകരണ സംഘവും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. അതിലേക്ക് അതിജീവിക്കാൻ നമ്മുടെ നാട്ടിലെ സഹകാരികളും പൊതുസമൂഹവും സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം കൈകോർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ രാഷ്ട്രീയമോ ജാതിയോ വേറെ വേർതിരിവില്ലാതെ ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു വസ്തുത എന്ന നിലയ്ക്കാണ് സാധാരണക്കാരൻ്റെ കുടുംബവുമായി നിത്യേന ബന്ധമുള്ള അവൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ തന്നെ സഹകരണ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. അത്തരമൊരു സന്ദർഭത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തും സഹകരണ പ്രസ്ഥാനത്തിൽ ചില സ്ഥലങ്ങളിൽ ചില അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു. അതിനെ ഗവൺമെൻറ് ശക്തമായി നേരിട്ടതും അതിൻ്റെ ഉൾപ്പെട്ടിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനും ഒക്കെ ഉള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അതിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കാതിരുന്നത് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിയമങ്ങളും രാജ്യത്തെ നിയമങ്ങളുമാണ്. എന്നാൽ ഇന്ന് സഹകരണ പ്രസ്ഥാനത്തിനെ കരുത്തേകുന്ന തരത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരു സഹകരണ നിയമം നമ്മുടെ നിയമസഭയ്ക്കകത്ത് പാസ്സാക്കുകയും ഏതാണ്ട് 2 വർഷക്കാലത്തോളം ഗവർണർ വച്ചു നീട്ടിക്കൊണ്ട് ഇപ്പോൾ അംഗീകാരം കിട്ടി. അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഇപ്പോൾ തീരുമാനത്തിലേക്ക് കടക്കുന്ന സന്ദർഭമാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ സഹകരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ പ്രസ്ഥാനത്തിലെ സഹകാരികൾക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പ്രാബല്യത്തിലാകാൻ പോകുന്നത്. അത് സഹകരണ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണെന്ന് കാലമാണ് അത് തെളിയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വരുമ്പോൾ പല കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും നിയമങ്ങളുടെ പ്രശ്നത്തിൻ്റെ പുറത്ത് നമുക്ക് കാലാവധി നീളുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ പരമാവധി അതിൻ്റെ തടസ്സങ്ങൾ നീക്കി സഹകാരികൾക്ക് സഹായകരമായ നിലപാടാണ് സഹകരണ ബോർഡിൻ്റെ ഭരണസമിതികൾ സ്വീകരിച്ചു വരുന്നത്.
അത്തരം ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഉദ്യോഗങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ നമ്മുടെ സഹകാരികൾ വരുമ്പോൾ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ആ ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല എന്ന നിയമം വന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ 100 രൂപ വെച്ച് കൊടുത്തിരുന്നു. ആ 100 രൂപയും ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്ന സഹകരണ വകുപ്പിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുയോഗങ്ങളിൽ നമ്മൾ അത്തരം ഒരു പൊതുയോഗങ്ങളിൽ ഗിഫ്റ്റും സാമ്പത്തിക സഹായവും കൊടുത്ത് പൊതുയോഗത്തിൽ ബാങ്കിൻ്റെ ബഡ്ജറ്റ് അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥിതി വേണ്ട എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനം ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തതിൻ്റെ പുറത്താണ്. അല്ലാതെ ഇവിടെ നമ്മുടെ മുപ്പത്തടം ബാങ്കിൻ്റെ ഭരണസമിതിക്ക് ആ 100 രൂപ കൊടുക്കാനോ മറ്റു രീതിയിലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏത് ബാങ്കിനെ അപേക്ഷിച്ചും മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ മുൻകാലങ്ങളിൽ ഇരുന്ന ഭരണസമിതികളും ജീവനക്കാരും പൊതുസമൂഹവും ശക്തമായ പിന്തുണ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിമാനകരമായ സാമ്പത്തിക വളർച്ചയും അഭിമാനകരമായ നേട്ടങ്ങളും നമ്മുടെ ബാങ്കിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനുണ്ട്. അതുകൊണ്ട് പൈസയുടെ കുറവോ കൊടുക്കണ്ട എന്ന ഭരണസമിതിയുടെ തീരുമാനവോ അല്ല ഈ നാട്ടിലുണ്ടായ ചില ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിലും ആ നിയമങ്ങൾ വന്നത്. എന്നാൽ തൊട്ടടുത്ത ബാങ്കുകളിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത്. നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് ഇവിടെ ചില ആളുകൾ ഈ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ തകർക്കാൻ തരത്തിൽ ഹൈക്കോടതികളിൽ കേസുകളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിയമം അനുസരിച്ച് ഒറ്റയ്ക്ക് വാദിക്കാം, കേസ് കൊടുക്കുന്ന ആൾക്ക് വാദിക്കാം. അങ്ങനെ വാദിച്ചുകൊണ്ട് നടത്തുന്ന കേസുകളെ ചെറുക്കാൻ നമുക്ക് കഴിയണം. അത്തരം നടപടികളിലേക്ക് നമ്മുടെ ഭരണസമിതിയും നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളാണ് സാമ്പത്തികമായോ ഇത്തരത്തിലോ നമ്മുടെ സഹകാരികളെ സഹായിക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിയാതെ പോകുന്നു. വലിയ വിമർശനമാണ് നമ്മുടെ നാട്ടിൽ. ആ വിമർശനങ്ങൾക്ക് മാന്യ സഹകാരികൾ ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ്. അത്തരത്തിൽ വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അതനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിനോട് അനുവാദം വാങ്ങിക്കണം. ആ അനുവാദത്തിന്റെ പുറത്ത് നമുക്ക് സഹകാരി കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഗതി ചെയ്യണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷ്യക്കിറ്റ് നമ്മളിവിടെ എല്ലാ കുടുംബങ്ങൾക്കും നമ്മുടെ ബാങ്കിലെ മെമ്പർമാരായിട്ടുള്ളവരുടെ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും കിറ്റ് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഡിവിഡൻറ്റിനെ കുറിച്ച് പരാതിയുണ്ട്. ഇതൊക്കെ മുൻകാലങ്ങളിൽ ഡിവിഡൻറ്റ് കൊടുക്കുന്ന കാലത്ത് ഈ നിയമമൊന്നും കർശനമായിട്ട് വന്നിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഡിവിഡൻറ്റിൽ കുറവ് വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളിൽ ലാഭത്തിൽ വരുന്ന വലിയൊരു വിഹിതം നമ്മൾ ബാങ്കിൻ്റെ വളർച്ചയ്ക്കായുള്ള മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകുന്നു. നമ്മുടെ കുടിശ്ശിക തരാതെ നമ്മുടെ ബാങ്കുകളിൽ വളരെ പ്രതിസന്ധിയിലേക്ക് നീക്കുന്ന അത്തരം സംവിധാനത്തിൽ സർക്കാരിൻ്റെ നിയമപ്രകാരം അതിൻ്റെ ഫണ്ടിൻ്റെ ഇത്ര ശതമാനം നമ്മൾ ഈ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്ന ഒരു സ്ഥിതിയും ഇന്ന് ഉള്ളത് കൊണ്ടാണ് ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിലേക്ക് നീങ്ങേണ്ടതായിട്ട് വന്നത്. അത് സഹകാരികൾ ഉൾക്കൊള്ളുമെന്നും തുടർന്നു വരുന്ന നിങ്ങളുടെ ഈ സഹകരണ പ്രസ്ഥാനത്തിന് നൽകുന്ന വലിയ പിന്തുണ ഉണ്ടാകണമെന്നും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ വരും കാലങ്ങളിൽ ഇതിനൊക്കെ മാറ്റം വരുമെന്നും നമുക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി പോകുന്നത്. അതുകൊണ്ട് ഇതിനെ സഹകരിക്കുക. ഈ തരുന്ന ഇത് നമുക്ക് എന്തുമാത്രം സഹകാരികളെ സഹായിക്കാൻ കഴിയും അത്തരത്തിലുള്ള എല്ലാ സഹകരണവും നമ്മുടെ ബാങ്കിന്റെ പക്ഷത്തു നിന്ന് ഇപ്പോഴും ഉണ്ട്. ചില സഹായങ്ങൾക്ക് പരിധികളുണ്ട്, സമയപരിധികളുണ്ട്. ആ പരിധിക്കകത്ത് വരുന്നവർക്കെല്ലാം ഗവൺമെന്റ് തീരുമാനിക്കുന്ന സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ നമ്മൾ ആ കാര്യത്തിൽ സഹകാരികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു വിഷയം നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ എല്ലാ സഹകാരികളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഈ ബാങ്കിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഇപ്പോൾ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ VM ശശി, സംസ്ഥാന സഹകരണ ബോർഡ് അംഗമാണ് സംസ്ഥാനത്ത്. ഈ തരത്തിലുള്ള വിഷയങ്ങൾ അവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെയും ഗുണഫലം സഹകരണ പ്രസ്ഥാനത്തിന് കിട്ടുമെന്ന് നമുക്ക് അറിയാം. അത്തരത്തിൽ ഒരു പ്രവർത്തനം നേതൃത്വപരമായി നൽകുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റിനെ ഈ ബാങ്കിൻ്റെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ
ബാങ്ക് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപാൽ, ബാങ്കിൻ്റെ ബോർഡ് അംഗങ്ങൾ, ബാങ്ക് സെക്രട്ടറി, ജീവനക്കാർ, ഏറ്റവും പ്രിയപ്പെട്ട സഹകാരികളെ, നമ്മുടെ ബാങ്കിൻ്റെ പൊതുയോഗം കഴിഞ്ഞ 22-ാം തീയതിയാണ് നടന്നത്. വളരെ വിജയകരമായി പൊതുയോഗം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ നമ്മുടെ ബാങ്ക് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹകാരികളുടെയും ജീവനക്കാരുടെയും എല്ലാം സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ബാങ്കിനെ ഈ നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കൈവരിച്ച നേട്ടം സഹകാരി സമൂഹത്തിനാകെ പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും നമ്മൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ അലട്ടുന്ന ചില വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തിപ്പോരുകയാണ്. നമ്മുടെ ബാങ്കിൻ്റെ ജീവനക്കാരും ബോർഡ് മെമ്പർമാരും കുടിശ്ശികക്കാരായിട്ടുള്ള സഹകാരികളെ കണ്ട് കുടിശ്ശിക കുറയ്ക്കണം എന്നുള്ള ആവശ്യം പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇതിനിടയ്ക്ക് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം വന്നു, ജപ്തിയില്ല എന്ന്. ചിലർ കണക്കാക്കിയിട്ടുള്ളത് ഇത് അടച്ചില്ലെങ്കിൽ ജപ്തി ഉണ്ടാവില്ലല്ലോ, അത് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ള ധാരണയാണ് പലർക്കും ഉള്ളത്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. നമ്മുടെ ബാങ്കും ബാങ്കിൻ്റെ ഭരണസമിതിയുമെല്ലാം പരമാവധി സഹകാരികളെ ബുദ്ധിമുട്ടിക്കാത്ത നിലയ്ക്കുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. പരമാവധി വിട്ടുവീഴ്ച നമ്മൾ പല കാര്യങ്ങളിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന വായ്പകൾ അത് തിരിച്ചടച്ചാൽ ബാങ്കിൻ്റെ നിലനിൽപ്പുണ്ടാവില്ല. മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോണിന് വേണ്ടി വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ ഡിപ്പോസിറ്റുകൾ പിൻവലിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ഡിപ്പോസിറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ ഫണ്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് കിട്ടി, നമ്മുടെ കാര്യങ്ങൾ നടന്നു, ഇനിയിപ്പോൾ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന സഹകാരികളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റ് നടപടികളിലേക്ക് പോകാതെ ബാങ്കിനും സഹകാരികൾക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മുടെ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ ഇവിടെ അദാലത്ത് നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു നിയമത്തിൽ ഭേദഗതി വന്നു. നിയമത്തിൽ ഭേദഗതി വന്നില്ലെങ്കിലും ഈ കുടിശ്ശികയ്ക്ക് വേണ്ടി ബാങ്കിന് നേരിടാവുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കണം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേരിൽ നടപടി വരും. അപ്പോൾ കാലഹരണപ്പെട്ടിട്ടുള്ള കുടിശ്ശികകളെല്ലാം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എഴുതി അറിയിക്കുമ്പോൾ അവിടെ നിന്നാണ് പിന്നെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ നിന്നാണ് നടപടികളിലേക്ക് നീങ്ങുന്നത്. അവരാണിപ്പോൾ ഇവിടെ അദാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദാലത്തിൽ വന്നിട്ട് അവരുടെ വിഷമതകൾ പറയാം. അതിനകത്ത് വരുന്ന സെയിൽ ഓഫീസറോ ഉദ്യോഗസ്ഥന്മാരോ അവർക്ക് ഗഡുക്കൾ അനുവദിച്ചാൽ, ഇളവുകൾ അനുവദിച്ചാൽ അത് വാങ്ങാം. ഇവിടെ ഇളവുകൾക്ക് വേണ്ടി പലരും വരുന്നുണ്ട്. പലിശ ഒഴിവാക്കി കാണുമെന്നുള്ള അപേക്ഷയുമായി വരുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല. ഡയറക്ടർ ബോർഡിന് പലിശ ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഖ്യാപനം വരും. സാധാരണഗതിക്ക് വർഷത്തിലൊരിക്കലാണ് അത് വരുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ സാധാരണഗതിക്ക് വരാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ച് മാസം 31 കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഒരു മാസം കൂടി നീട്ടി, ഏപ്രിൽ 31 വരെ നീട്ടി.
അപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ സഹകാരികളായി അറിയിച്ചു. പിന്നെ ഇടയ്ക്കൊരു മാസത്തെ പ്രഖ്യാപനം കൂടി വന്നു, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ. അന്നും നമ്മൾ അറിയിച്ചു. കുറേ ആളുകൾ വന്നിട്ട് കുടിശ്ശിക തീർത്തു. ആ സന്ദർഭത്തിലാണ് നമുക്ക് പലിശക്കകത്ത്, പിഴപ്പലിശക്കകത്ത് ഇളവ് ചെയ്യാൻ നമുക്ക് കഴിയും. അല്ലാത്ത സന്ദർഭത്തിലൊന്നും ബാങ്കിൻ്റെ ബോർഡിന് നേരിട്ട് പലിശക്കകത്ത് ഇളവ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അത് സഹകരണ നിയമം അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതല്ല. പക്ഷെ ചിലരെല്ലാം ഇവിടെ വന്ന് വളരെ ദേവസ്വത്തോടു കൂടി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ കഴിയും, ഞങ്ങൾക്ക് ആ പലിശ ഒഴിവാക്കി തന്നാൽ ഞങ്ങൾ അടയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല, പലിശ പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആ സമയപരിധിക്കകത്ത് നമ്മൾ ഒട്ടേറെ പേർക്ക് പലിശ ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 28,53,463 രൂപ പലിശ ഇളവ് കൊടുത്തൊരു ബാങ്കാണത്. 28,53,463 രൂപയുടെ പലിശ ഇളവ് നമ്മൾ കൊടുത്തു. അതെവിടെയാണ് കുറയുന്നത്? നമ്മുടെ ലാഭത്തിലാണ്, ബാങ്കിൻ്റെ ലാഭത്തിലാണ്. ഈ പലിശ കൂടി വരുമ്പോഴാണല്ലോ ബാങ്കിന് ലാഭം ഉണ്ടാകുന്നത്. ഈ ഇളവ് കൊടുക്കുമ്പോൾ നമ്മുടെ ലാഭത്തിൽ അതിൻ്റെ കുറവ് വരും. എന്നിട്ടും നമുക്ക് എല്ലാ വർഷവും ലാഭത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയാം. ഈ പ്രാവശ്യത്തെ നമ്മുടെ ലാഭമുണ്ട്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ലാഭം 89,75,553 രൂപയാണ് ഈ പ്രാവശ്യം ലാഭം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ലാഭം അതല്ല. യഥാർത്ഥ നമ്മുടെ ലാഭം എന്ന് പറഞ്ഞാൽ 1,10,00,000-ലധികം രൂപയാണ് യഥാർത്ഥ നമ്മുടെ ലാഭം. അതിനകത്ത് 21 ലക്ഷം രൂപ നമ്മുടെ പുതിയ കെട്ടിട ഫണ്ടിലേക്ക് വേണ്ടി നമ്മൾ മാറ്റി. അത് മാറ്റുമ്പോഴാണ് 89,75,553 രൂപ ഈ പ്രാവശ്യത്തെ ലാഭമായി നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലാഭം എന്ന് പറഞ്ഞാൽ 1,06,15,453. അതിനേക്കാൾ കൂടുതൽ ഈ വർഷം ലാഭമുണ്ട് നമുക്ക്. നമ്മൾ ഈ പലിശ ഇളവ് കൊടുത്തിട്ടും ഈ നടപടികളെല്ലാം ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടും നമുക്ക് ഈ വർഷം ലാഭം നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ മറ്റ് പല ബാങ്കുകളും ചെയ്യാത്തത്ര ആനുകൂല്യങ്ങൾ സഹകാരികൾക്കൂടെ ചെയ്യുന്നുണ്ട്. പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ പച്ചക്കിറ്റിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, പൊതുയോഗത്തിനകത്ത് ഗിഫ്റ്റ് കൊടുക്കാത്തതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഗിഫ്റ്റ് കൊടുക്കാൻ നിയമാനുസൃതം നമുക്ക് കഴിയില്ല. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആ കാര്യത്തിൽ വരാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത എന്തെല്ലാം ആനുകൂല്യങ്ങൾ നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത്, പലയിടത്തും കൊടുക്കാത്ത എന്തുമാത്രം ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് സഹകാരികളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. നമുക്ക് മുതിർന്ന സഹകാരികൾക്ക് 70 വയസ്സ് കഴിഞ്ഞ സഹകാരികൾക്ക് 250 രൂപ വീതം മാസത്തിൽ പെൻഷൻ കൊടുക്കുന്ന കേരളത്തിലെ എറണാകുളം ജില്ലയ്ക്കകത്തുള്ള ഒരേ ഒരു സഹകരണ ബാങ്ക് ഉപതല സർവീസ് സഹകരണ ബാങ്ക്. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട നിലയ്ക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടാവും. 250 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 3000 രൂപ സഹകരണ പെൻഷൻ കൊടുക്കുന്ന ഒരു സഹകരണ ബാങ്കാണ് മുപ്പത്തല സർവീസ് സഹകരണ ബാങ്ക്. നമ്മൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം വരെ 548 പേർക്ക് 250 രൂപ വീതം പെൻഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മാസവും കൊടുക്കുകയാണ്. ആ ഇനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ചെലവാക്കേണ്ടി വന്നിട്ടുള്ളത് 15,87,750 രൂപയാണ്. അപ്പോൾ 15,87,700 രൂപ ഒരു കൊല്ലം സഹകരണ പെൻഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൊടുത്തിട്ടാണ് നമുക്ക് ഈ ലാഭം ഉണ്ടായിട്ടുള്ളത്. ഈ പെൻഷനുള്ള അപേക്ഷകൾ ഓരോ മാസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. അപേക്ഷകളുടെ എണ്ണം കൂടാണ്. നമ്മളിത് ആർക്കും നിഷേധിച്ചിട്ടില്ല. അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും നമുക്ക് ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മെഡിക്കൽ വായ്പ പലിശരഹിതമായിട്ട് ആശുപത്രിയിൽ ഒരാൾ കിടന്നിട്ട് ആശുപത്രി അടയ്ക്കാൻ പൈസയില്ല, ഞങ്ങൾക്ക് പൈസ വേണം എന്ന് പറഞ്ഞാൽ 25,000 രൂപ 6 മാസക്കാലത്തേക്ക് പലിശരഹിതമായി നമ്മൾ ആശുപത്രി എത്തിച്ചു കൊടുക്കുക. 6 മാസം
വരെ പലിശയില്ല. അത് കഴിഞ്ഞാൽ പലിശ കൊടുക്കും. കൃത്യമായി ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് നമ്മുടെ ബാങ്കിലെ സ്റ്റാഫും ബോർഡ് മെമ്പർമാരും ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കുന്ന നടപടികൾ, സഹായകരമായ നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ 5000 രൂപ സഹകരണ ആശ്രയ, മാരക രോഗം ബാധിച്ച ആളുകൾക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി 5000 രൂപ, ഒരു ക്യാൻസർ രോഗി, കിഡ്നി പേഷ്യൻ്റ്, ഹാർട്ട് പേഷ്യൻ്റ് ഒരു അപേക്ഷ അവിടെ വെച്ചാൽ മതിയായ രേഖകളുണ്ടെങ്കിൽ നമ്മളത് പരിശോധിച്ചിട്ട് ആ കമ്മിറ്റിക്കകത്ത് പാസ്സാക്കി വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ 1600 വെച്ച് സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ. ആ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ്റെ ലിസ്റ്റ് അത് നെറ്റ് വഴി നമ്മുടെ ബാങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുന്നത് ട്രഷറിയിൽ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ്, കുറെ കഴിഞ്ഞാൽ ലിസ്റ്റ് ഇവിടെ വന്നാൽ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വളരെ പാവപ്പെട്ടവരാണ്, മുതിർന്ന പൗരന്മാരാണ്. അവരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ ലിസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കളക്ഷൻ ഏജന്റുമാർ വഴി ബാങ്കിൻ്റെ ഫണ്ട് അഡ്വാൻസ് ആയിട്ട് എടുത്തിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കാം. പലരും കൃത്യമായി കൊടുക്കുന്നില്ല. അവർക്ക് ആ ഫണ്ടൊക്കെ വന്ന് കൃത്യമായി അവർ നടപടിക്രമം ചെയ്യും. പക്ഷെ നമ്മളിവിടെ ഒരു നിമിഷം ഇത് വെച്ച് താമസിപ്പിക്കുന്നില്ല, കൃത്യമായി ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വാശ്രയ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ പലിശക്ക് ഒരു കാർഷിക ഗ്രാമമാക്കി നമ്മൾ മാറ്റണം. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുണ്ട്. കളമശ്ശേരി മണ്ഡലത്തെ കാർഷിക രംഗത്തൊരു സ്വയം പര്യാപ്ത മണ്ഡലമാക്കി മാറ്റാൻ ആവശ്യമായ പദ്ധതിയാണ് മന്ത്രി രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായി ഇതുവരെ നമ്മൾ ചെയ്യാത്ത പല കൃഷികളും നമ്മുടെ മണ്ഡലത്തിൽ ചെയ്തു വരികയാണ്. നമ്മളും അതിൻ്റെ ഭാഗമായി മാറുകയാണ്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി നമ്മളിപ്പോൾ ചെറുധാന്യ കൃഷി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ചെറുധാന്യ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് ആവശ്യമായ സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ഉള്ള വിത്ത് നമ്മൾ സൗജന്യമായി കൊടുക്കും, വളം നമ്മൾ സൗജന്യമായി കൊടുക്കും. കൃഷി ചെയ്താൽ ഈ ചെറുധാന്യങ്ങൾ, ആ ചെറുധാന്യങ്ങൾ ഉൽപ്പന്നം നമ്മൾ ഏറ്റെടുക്കും, ബാങ്ക് ഏറ്റെടുക്കും. നമ്മളിവിടെ യോഗം വിളിച്ചുകൂട്ടി എല്ലാവരോടും പറഞ്ഞതാണ്. അപ്പോൾ ചെറുധാന്യങ്ങൾക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന സന്ദർഭത്തിൽ, ആളുകൾക്ക് പ്രഷർ, ഷുഗർ അടക്കമുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചു വരുന്ന സന്ദർഭത്തിൽ ചെറുധാന്യ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ഭക്ഷ്യധാന്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ പലരും ഉപയോഗിക്കുന്നത്. ലോകത്ത് തന്നെ ഒരു വലിയ പ്രചാരമാണ് ചെറുധാന്യങ്ങൾക്ക്. അതിൻ്റെ കൃഷി നമ്മൾ ആരംഭിച്ചു. കൃഷിക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ പരിധിക്കകത്തുള്ള നമ്മുടെ സഹകാരികളുടെ കുട്ടികൾക്ക്, ഇപ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, SLCക്കും +2-നും ഉന്നത വിജയം നേടിയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും നമ്മൾ അവരെ ആദരിക്കുകയാണ്. എല്ലാ വർഷവും ആദരിക്കുകയാണ്, വലിയ ചടങ്ങ് വെച്ചിട്ട്. അവർക്ക് നമ്മൾ മെമൻറ്റോ കൊടുക്കും, ക്യാഷ് അവാർഡ് കൊടുക്കും. അങ്ങനെയുള്ള കുട്ടികൾ അവരെ വിദ്യാഭ്യാസത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നടപടി സ്വീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മളെ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും സഹകരണ സംഘത്തിൽ ക്രമരഹിതമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ അതില്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ആരെങ്കിലും ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ ക്രമവിരുദ്ധമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് നമ്മുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയ്ക്കകത്ത് ഒരു ക്രമക്കേടുമില്ല എന്ന് കണ്ടെത്താൻ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബാങ്കിലേക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 സെന്റുകാരുണ്ട്, 4 സെന്റ് ഭൂമിയുള്ളവർ, 5 സെന്റ് ഭൂമിയുള്ളവർ സഹകരണ നിയമമനുസരിച്ച് കൊടുക്കാൻ കഴിയില്ല. 5 സെന്റ് കുറഞ്ഞ് ഭൂമിയുള്ളവർക്ക് നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയില്ല. അത് കൊടുത്താൽ അതിന് പിന്നെ ബാങ്ക് സമാധാനം പറയണം. ചില ബാങ്കുകളെ സംബന്ധിച്ച് നടപടി വന്നു, ക്രമക്കേട് നടപടി എടുത്തെന്നൊക്കെ പറഞ്ഞ് പദ്ധതി വരുന്നത് അവർ അഴിമതി നടത്തിയിട്ടൊന്നുമല്ല. അഴിമതി നടത്തുന്നവരുണ്ട്, എല്ലാവരും അഴിമതി നടത്തിയിട്ടല്ല. ക്രമക്കേടെന്ന് പറഞ്ഞാൽ സഹകരണ ഡിപ്പാർട്ട്മെന്റ് സഹകരണ നിയമത്തിൽ പറയുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവൃത്തി നടന്നാൽ ക്രമക്കേടാണ്. ആ ക്രമക്കേട് നടത്തിയാൽ നമ്മുടെ ബോർഡിനെതിരായി, സെക്രട്ടറിക്കെതിരായി, ജീവനക്കാർക്കെതിരായി നടപടി ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് വരാം. അത് വലിയ വാർത്തയായിട്ട് വരാം. അതുകൊണ്ട് നമ്മുടെ സംഘത്തിനകത്ത് ഒരു ക്രമക്കേടും വരാത്തവർക്ക് കൃത്യമായി കാര്യങ്ങൾ പോകണം. എന്നാൽ സഹകാരികൾക്ക് അവർക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണം എന്നുള്ളതിലേക്കാണ് നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
നേരത്തെ എല്ലാം നമ്മൾ ലോൺ കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ പുരയിടമായി വീടും സ്ഥലമുള്ളവർക്ക് നമ്മൾ ലോൺ കൊടുക്കാറുണ്ട്. അന്ന് പുരയിടമാണ്, പുരയിടത്തിന് നമുക്ക് ലോൺ കൊടുക്കാം. പക്ഷെ പുരയിടമായി കിടക്കുന്നത് ഇപ്പോഴത്തെ പരിശോധനക്കകത്ത് നിലം കാറ്റഗറിയാണ്. ചിലപ്പോൾ പുരയിടമായിരിക്കും, തെങ്ങുണ്ടാവും, മാവുണ്ടാവും, പ്ലാവുണ്ടാവും, വലിയ വീടുണ്ടാവും. പക്ഷേ ആ ഭൂമി കിടക്കുന്ന നിലം കാറ്റഗറിയില്ല. നിലം കാറ്റഗറിയാണെങ്കിൽ ലോൺ കൊടുക്കാൻ പാടില്ല. സഹകരണ ഡിപ്പാർട്ട്മെന്റ് വിലക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലോൺ എടുത്തല്ലോ, ഈ പ്രാവശ്യം എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുന്നത് ഒരു ഓഡിറ്റർ വന്നിട്ടാണ്. ഇപ്പോൾ ഓഡിറ്റ് ടീമാണ് വരുന്നത്. 4 പേര് ഒരുമിച്ചാണ് വരുന്നത്. ഓഡിറ്റ് ടീം വന്നിട്ടാണ് പരിശോധിക്കുന്നത്. നേരത്തെ ഒരാൾ പരിശോധിച്ചത്. അപ്പം നേരത്തെ ചെയ്തതുപോലെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിനകത്തെല്ലാം വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ വന്നേക്കാം. അതിനകത്ത് ഇവിടെ വന്നിട്ട് ഇത് സെക്രട്ടറിയുടെ ധാർഷ്ട്യമാണ് തരാത്തത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രസിഡന്റിന്റെ ധിക്കാരമാണ് ഈ കാണിക്കുന്നത്. ബോർഡ് മെമ്പർമാർ കരുണയില്ലാത്തവരാണ് എന്തൊക്കെയുള്ള വിമർശനങ്ങൾ വെളിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും സഹായിക്കണം. നമുക്ക് നമ്മുടെ ലോൺ പോകണം, അത് തിരിച്ചടവ് വേണം. അങ്ങനെയാണെങ്കിൽ ബാങ്കിന് വരുമാനം ഉണ്ടാകും. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ ബാങ്ക് ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി അതേതാണ്ട് പൂർത്തീകരിച്ചു. നമുക്ക് ഇനിയിപ്പോൾ ട്രാൻസ്ഫോമർ കൂടി വരേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള അവസാനത്തെ ഒരു തടസ്സമായി നിൽക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ട്രാൻസ്ഫോമർ ഷോർട്ടാണ്. നമ്മൾ അതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമർ കൂടി വന്ന് ഇന്നോ നാളെയോ പുതിയ ബിൽഡിങ്ങിന് നമ്പറിട്ട് കിട്ടും. ആ നമ്പറിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നമുക്ക് അതിഗംഭീരമായി നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ വേണ്ട, നമ്മൾ വലിയ നിലയ്ക്ക് നടത്തണമെന്നാണ് ആലോചിച്ചത്. കലാപരിപാടികളോട് നടത്തണമെന്ന് ആലോചിച്ചു. നമ്മൾ പരമാവധി കലാപരിപാടികളെല്ലാം ഒഴിവാക്കി. എന്നാൽ സഹകാരികളുടെയും കുടുംബാംഗങ്ങളുടെയും പരമാവധി പങ്കാളിത്തത്തോടുകൂടി ഗംഭീരമായി നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ പുതിയ ബിൽഡിങ്ങിനകത്ത് ഇന്നിപ്പോൾ കേരളത്തിലുള്ള സഹകരണ മേഖലയ്ക്കകത്തുള്ള ഇതുപോലെ പദ്ധതികളുള്ള മറ്റൊരു സഹകരണ സമുച്ചയം വളരെ അപൂർവമായിരിക്കും. അത്തരൊരു സഹകരണ സമുച്ചയമാണ് നമ്മളിപ്പോൾ തീർത്തിട്ടുള്ളത്. അതിനകത്ത് ഡോക്ടർമാർക്ക് പരിശോധനയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ പരിശോധിക്കാനുള്ള സൗകര്യം അവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. നീതി മെഡിക്കൽ സ്റ്റോറുകൾ അതിനകത്തുണ്ട്. നീതി ലാബ് അതിൻ്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണ്. നമ്മുടെ ഓഫീസിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഹെഡ് ഓഫീസ് അങ്ങോട്ട് മാറ്റിയാണ്. ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ബ്രാഞ്ചായി ഇവിടെയും നടക്കും, ഇവിടെയും അവിടെയും നടക്കും. ഹെഡ് ഓഫീസ് നമ്മൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി കഴിയും. അതിനോടനുബന്ധിച്ച് നമ്മളൊരു വലിയ റെസ്റ്റോറൻറ്റ്, നല്ല സൗകര്യമുള്ള നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റ്, അതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക് ഭക്ഷണം കിട്ടാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ. എന്നാൽ നല്ല ഭക്ഷണം കിട്ടണം. സ്പെഷ്യൽ ഐറ്റമൊക്കെ വേണ്ടവർക്ക് കാശ് കൊടുത്ത് വേറെ വേണ്ട. കുറഞ്ഞ ചെലവിൽ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഊണ്, സാധാരണക്കാരുടെ ചായ, അതെല്ലാം കിട്ടാവുന്ന സൗകര്യങ്ങളോടു കൂടിയുള്ള റെസ്റ്റോറൻറ്റ് അവിടെ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കാം. ഏതാണ്ട് ഒരു 400 പേർക്ക് ഇരിക്കാവുന്ന വിധത്തിലുള്ള ഓഡിറ്റോറിയം, AC ഓഡിറ്റോറിയം, അത് ആ പുതിയ പദ്ധതിയുടെ ഭാഗമായി അവിടെ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോഡ്ജുണ്ട്, 12 ലോഡ്ജ് മുറികൾ, ആധുനിക സൗകര്യത്തോടുള്ള ലോഡ്ജ് മുറികൾ അവിടെ പുതിയ ബിൽഡിങ്ങിനകത്തുണ്ട്. ഇത്തരം സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മുടെ പുതിയ സമുച്ചയം നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് തെറ്റായ ചില ധാരണകൾ പലർക്കുണ്ട്. ആ ധാരണ ഒന്ന് മാറ്റാൻ വേണ്ടി കൂടിയാണ്. നമ്മൾ പൊതുയോഗത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ പലരും പൊതുയോഗത്തിലേക്ക് വരാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുതിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സഹകാരികൾക്ക് എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ, ഒരു സമ്മാനം കൊടുക്കണമെന്ന് ഞങ്ങൾ ബോർഡ് കൂടി തീരുമാനിച്ചതിൻ്റെ ഫലമായി ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഓണത്തിന് മുമ്പ് കൊടുക്കണമെന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ ഓണത്തിന് മുമ്പ് കൊടുക്കാൻ ഇതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇതിൻ്റെ കൊട്ടേഷൻ പിടിക്കണം, കൊട്ടേഷൻ കിട്ടണം, കൊട്ടേഷനകത്തുനിന്ന് പരിശോധിക്കണം, കുറഞ്ഞ കൊട്ടേഷൻ എടുക്കണം, ഇത് പാക്ക് ചെയ്യണം. ഇതെല്ലാം വന്നുകൊണ്ട് ഓണത്തിന് മുമ്പ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അതിൻ്റെ പാക്കിങ് കഴിഞ്ഞു. ഇന്ന് മുതൽ അതിന് വിതരണം ആരംഭിക്കുകയാണ്. വിതരണം ആരംഭിക്കുമ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഒരു 2 വാർഡുകൾ വീതമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് അതിൻ്റെ വിതരണം നമ്മുടെ വളങ്കോടവണിൽ അവിടെ വെച്ച് അതിൻ്റെ വിതരണം നടത്തും. രാവിലെ 10 മണിക്ക് അതിൻ്റെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. അത് വൈകുന്നേരം 5 മണി വരെ ഉണ്ടാകും. ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 11ാം വാർഡിലെയും 12ാം വാർഡിലെയും സഹകാരികൾക്കാണ്. നാളെ നമ്മൾ കൊടുക്കുന്നത് 14ാം വാർഡിലെയും 15ാം വാർഡിലെയും സഹകാരികൾക്കാണ്. മറ്റന്നാൾ നമ്മൾ കൊടുക്കുന്നത് 16ാം വാർഡിലെയും 17ാം വാർഡിലെയും സഹകാരികൾക്കാണ്.
20-ാം വാർഡിലെ സഹകാരികൾക്ക് കൊടുക്കുന്നത് 28-ാം തീയതിയാണ്. 28-ാം തീയതിക്ക് ഇപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒന്നാമത് കിട്ടും. വരുമ്പോൾ അവരുടെ റേഷൻ കാർഡ്, അവരുടെ സൊസൈറ്റി എന്നുള്ള ID കാർഡ്, ആ റേഷൻ കാർഡും ID കാർഡുമായി വന്ന് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഈ പ്രസൻറ്റേഷൻ, ഈ ഗിഫ്റ്റ്, പച്ചക്കിറ്റ് അത് കൈപ്പറ്റാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം. അപ്പോൾ പരമാവധി നമ്മൾ ഈ നിലയ്ക്കുള്ള സഹകരണമാണ് സഹകാരികളുമായി ഇവിടെ പുലർത്തിപ്പോരുന്നത്. അതിനകത്ത് എല്ലാവരും സഹകരിക്കണമെന്നും കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാൽ, ഈ ചടങ്ങുകളുടെ ഉദ്ഘാടനം ചെയ്ത ബാങ്കിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ VM ശശി, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ, മാന്യ സഹകാരികളെ, ജീവനക്കാരെ, നാട്ടുകാരെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ബാങ്കിൻ്റെ ഇന്നത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ സവിസ്തരം ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ 10 മണി മുതൽ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങുകയാണ്. 4 ഐറ്റമാണ് ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് റേഷൻ കാർഡും അതോടൊപ്പം തന്നെ ബാങ്ക് വിതരണം ചെയ്തിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടുവന്നാൽ ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന നിലക്കാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ, ബാങ്കിൻ്റെ പൊതുയോഗത്തിന് ശേഷം കൊടുക്കുന്ന കിറ്റായതുകൊണ്ട് പൊതുയോഗവുമായി ബന്ധപ്പെട്ടതാണിത്, അതുകൊണ്ട് ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ പലരും വെച്ച് പുലർത്തുന്നുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പൊതുയോഗവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. പൊതുയോഗത്തിന് ഇങ്ങനെയുള്ള പ്രസന്റേഷനോ അല്ലെങ്കിൽ ഗിഫ്റ്റുകളോ കൊടുക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുയോഗവുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. ഇത് ബാങ്കിൻ്റെ പുതിയ മന്ദിരവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാന്യ സഹകാരികൾക്ക് കൊടുക്കണമെന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ് ഒരു കുടുംബത്തിന് ഒരു കിറ്റ് എന്ന നിലക്ക് റേഷൻ കാർഡിൽ സീൽ വെച്ച് ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ച് ഈ സാധനം ഇന്ന് രാവിലെ 10 മണി മുതൽ ആളുകൾക്ക് വാങ്ങാവുന്നതാണ്. അതാണ് ഇന്ന് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റു യാതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാലാണ്. അദ്ദേഹത്തിന് ഈ ബാങ്കിൻ്റെ പേരിൽ, ഈ യോഗത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ VM ശശിയാണ്. അദ്ദേഹത്തിനും ബാങ്കിൻ്റെ പേരിലും യോഗത്തിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ സ്വാഗതം ആശംസിച്ച നമ്മുടെ PA ശിവശങ്കരൻ, ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കുന്നു. കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും ബാങ്കിൻ്റെ ഡയറക്ടറുമായ ശ്രീ R രാജലക്ഷ്മി, അനിൽ SF, KA ഇബ്രാഹിം, രജീഷ് തുടങ്ങിയ ബോർഡംഗങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന മാന്യ സഹകാരികൾക്കും ബാങ്കിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ PH സാബുവിനും ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർക്കും മറ്റെല്ലാവർക്കും ഈ ബാങ്കിൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.